സൂറത്തു റൂമിലെ 22 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. 22ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായ ഒരു ദൃഷ്ടാന്തം നമ്മൾ വിവരിക്കേണ്ടായി. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്ന ഒരു കാര്യം, അതായത് ലോകത്തിൻ്റെ നാനാഭാഗത്തും മനുഷ്യർ വിവിധ ഭാഷകളാണ് ഉപയോഗിക്കുന്നത് എന്നത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മനുഷ്യർ മുഖച്ഛായയിലും ശരീരപ്രകൃതിയിലുമൊക്കെ വളരെ വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട് റേസുകളായിട്ട് കാണപ്പെടുന്നു. ഇതും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ഇതിൽ ഖുർആൻ പറയുന്ന കഥയ്ക്ക് ഒരു ദൃഷ്ടാന്തവും ഇല്ല എന്ന് മാത്രമല്ല, ആ കഥകൾ തെറ്റാണ് എന്നതിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് സാമാന്യ ബുദ്ധിയുള്ളവർക്കും ഇന്നത്തെ മനുഷ്യൻ്റെ ചരിത്രത്തെക്കുറിച്ചും നരവംശ പരിണാമത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആർക്കും വളരെ ലളിതമായി തന്നെ മനസ്സിലാക്കാവുന്ന ഒരു നല്ല ദൃഷ്ടാന്തമാണത്. ദൈവം കളിമണ്ണ് കുഴച്ച് ഒരു മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ആ മനുഷ്യന് ഭാഷ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്ന കഥ തെറ്റാണ് എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ലോകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളുണ്ട് എന്നത്. കാരണം ആദ്യം മനുഷ്യൻ പരിണമിച്ച് ഉണ്ടായ സമയത്ത് ആദ്യത്തെ മനുഷ്യൻ തന്നെ ഭാഷ ഉപയോഗിച്ചു എന്ന് പറയുന്നത് വസ്തുതാപരമായും ശാസ്ത്രീയമായിട്ടും ശുദ്ധ അസംബന്ധമാണ്. മനുഷ്യർ പരിണമിച്ചുണ്ടായതിന് ശേഷം ലക്ഷക്കണക്കിന് വർഷങ്ങൾ മനുഷ്യർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പരന്ന് ജീവിച്ചു തുടങ്ങിയതിന് ശേഷമാണ് പതുക്കെ ഭാഷ ഇവോൾവ് ചെയ്തുണ്ടായിട്ടുള്ളത് എന്നാണ് നരവംശ പരിണാമ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നത്. അത് സത്യമാണ് എന്നതിൻ്റെ തെളിവാണ് ഭൂമിശാസ്ത്രപരമായി വളരെ വ്യത്യസ്തമായി കിടക്കുന്ന ഭൂപ്രദേശങ്ങളിലെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നത്. അതേസമയത്ത് ഭൂമിശാസ്ത്രപരമായി അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഭാഷ വ്യത്യാസമുണ്ടെങ്കിലും അവ തമ്മിൽ സാമ്യവും കൂടുതലാണ്. എന്നാൽ ഒരു തരത്തിലും സമ്പർക്കം പുലർത്താൻ പറ്റാത്ത വിധത്തിൽ രണ്ട് ഭൂഖണ്ഡങ്ങളിലായിട്ട് വേറിട്ട് കിടക്കുന്ന മനുഷ്യർ ഉപയോഗിക്കുന്ന ഭാഷ പരിശോധിച്ചാൽ ആ ഭാഷകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഒരു സാമ്യവുമില്ല എന്ന് കാണാം. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഭാഷ രൂപപ്പെട്ടത് മനുഷ്യർ പല ഭാഗത്തേക്കും പരന്ന് ഭൂമിയിൽ ജീവിച്ച് തുടങ്ങി എത്രയോ സഹസ്രാബ്ദങ്ങളോ നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞാണ് പതുക്കെ ഇവോൾവ് ചെയ്തിട്ടാണ് ഭാഷകൾ ഉണ്ടായിട്ടുള്ളത് എന്നും അത് മനുഷ്യനാണ് ഭാഷകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുമാണ്. എന്നാൽ സെമിറ്റിക് മതങ്ങളിലെ കഥാപുസ്തകങ്ങൾ പറയുന്നത് ദൈവം മണ്ണ് കുഴച്ച് ഒരു മനുഷ്യനെ ഉണ്ടാക്കി ആ മനുഷ്യന് ഭാഷ പഠിപ്പിച്ചു കൊടുത്തു എന്നും അതിൽ നിന്നുള്ള പിൻഗാമികളാണ് ബാക്കിയുള്ള മനുഷ്യരെല്ലാം എന്നുമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ദൈവം ഒരു ഭാഷ പഠിപ്പിച്ചു കൊടുത്തു എങ്കിൽ, ദൈവമാണ് ഭാഷ ഉണ്ടാക്കിയതെങ്കിൽ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഒരേ ഭാഷയാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. അല്ലറ ചില്ലറ കൊളോക്കിയൽ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും വളരെയധികം സാമ്യമുള്ള ഭാഷകളായിരിക്കും ലോകത്തെല്ലായിടത്തും ഉണ്ടാവുക. പക്ഷേ അങ്ങനെയല്ല കാണുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ സെമിറ്റിക് കഥാപുസ്തകത്തിൽ പറയുന്ന മുത്തശ്ശി കഥ ശുദ്ധ അസംബന്ധമാണ് എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ ഭാഷാ വൈവിധ്യങ്ങളും വംശീയമായിട്ടുള്ള വൈവിധ്യങ്ങളും ഒക്കെ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ഈ 22ാം വാക്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനിയും ദൃഷ്ടാന്തം പറഞ്ഞ് തുടരുകയാണ് ഖുർആൻ. 23ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിച്ചു നോക്കാം. 23 അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതു തന്നെയാണ് നിങ്ങൾ രാത്രിയും പകലും ഉറങ്ങുന്നതും അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ അന്വേഷിക്കുന്നതും. നിശ്ചയമായും അതിൽ കേൾക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. രാത്രി മനുഷ്യന്മാർ ഉറങ്ങുന്നു, പകൽ ജോലി ചെയ്യുന്നു എന്നതും അതെങ്ങനെയാണ് മനുഷ്യർക്ക് അങ്ങനെ ഒരു ശീലം വന്നത് എന്നതുമൊക്കെ വളരെ ലളിതമായിട്ട് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതൊന്നും ഈ പറയുന്ന കഥ സത്യമാണ് എന്നതിന് ഒരു തരിമ്പും ദൃഷ്ടാന്തമാകുന്നില്ല. അള്ളാഹുവാണ് ദൈവം എന്നതിന് എന്ത് ദൃഷ്ടാന്തമാണ് ഇതിലുള്ളത്? വേറെ ദൈവങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെങ്കിൽ മനുഷ്യന്മാർ രാത്രി ഉറങ്ങൂലേ? അള്ളാഹുവിന് പകരം 4 ദൈവങ്ങളുണ്ടായാൽ എന്താ മനുഷ്യന്മാർക്ക് ഉറക്കം വരില്ലേ? എന്താ ഈ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്? എന്ത് ദൃഷ്ടാന്തം അപ്പോൾ ഇതിലുള്ളത്? മനുഷ്യർ രാത്രി ഉറങ്ങുന്നു, പകൽ പണിക്ക് പോകുന്നു എന്നുള്ളതിൽ ദൈവം ഉണ്ട് എന്നതിനോ, ദൈവം ഒന്നാണ് എന്നതിനോ, ആ ദൈവം അള്ളാഹുവാണ് എന്നതിനോ, മുഹമ്മദ് ആ ദൈവത്തിൻ്റെ ദൂതനാണ് എന്നതിനോ, ഖുർആൻ ആ ദൈവത്തിൻ്റെ വെളിപാടാണ് എന്നതിനോ യാതൊരു ദൃഷ്ടാന്തവും, ഒരു നയാ പൈസയുടെ ദൃഷ്ടാന്തവും ഇതിലില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുക എന്നല്ലാതെ എന്താ ഇപ്പം ഇതിനൊക്കെ ഒരു അർത്ഥമുള്ളത്? 24 അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതു തന്നെയാണ്
ഭയപ്പാടും പ്രത്യാശയുമായി കൊണ്ട് അവൻ നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നതും ആകാശത്തു നിന്ന് വെള്ളം ഇറക്കി അതുമൂലം ഭൂമിയെ അതിൻ്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം ജീവിപ്പിക്കുന്നതും നിശ്ചയമായും ബുദ്ധി കൊടുക്കുന്ന ജനങ്ങൾക്കിതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഇടിമിന്നലുണ്ടായാൽ മനുഷ്യന്മാർ പേടിക്കുന്നു എന്നുള്ളതിൽ, പിന്നെ ഇടിമിന്നൽ കഴിഞ്ഞിട്ട് മഴ പെയ്യുന്നു എന്നതിൽ, മഴ പെയ്താൽ ഇവിടെ സസ്യങ്ങൾ മുളയ്ക്കുന്നു എന്നതിലൊക്കെ എന്ത് ദൃഷ്ടാന്തമുള്ളത്? ഒരു ദൈവമാണുള്ളത് എന്നതിന് എന്തെങ്കിലും ദൃഷ്ടാന്തം അതിലുണ്ടോ? 10 ദൈവങ്ങളായ എന്താ ചെടികൾ മുളക്കൂലേ? 10 ദൈവങ്ങളായ എന്താ ഇടിമിന്നൽ ഉണ്ടാവില്ലേ? അള്ളാഹു അല്ലാത്ത ദൈവങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെങ്കിൽ എന്താ ഇടിമിന്നലും മഴക്കാറും മഴയൊന്നും ഉണ്ടാവില്ലേ? പിന്നെ എന്ത് ദൃഷ്ടാന്തമാണ് ഈ പറയുന്നത്? ഇതിൽ മുഹമ്മദ് ദൂതനാണ് എന്നതിനും ഖുർആൻ ദൈവത്തിൻ്റെ വെളിപാടാണ് എന്നതിനും അള്ളാഹുവാണ് ദൈവം എന്നതിനും എന്ത് ദൃഷ്ടാന്തമാണ് ഇതിലുള്ളത്? ഇനി ദൈവമില്ല എന്നതിൻ്റെ ദൃഷ്ടാന്തം ഇതിൽ ഞാൻ കാണിച്ചു തരാം. കാരണം ഇന്ന് ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യർ ശാസ്ത്രീയമായ പല മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ആ മാർഗങ്ങളനുസരിച്ച് മനുഷ്യർ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള വലിയ കെട്ടിടങ്ങൾക്കൊക്കെ ഇടിമിന്നലിൽ തകർച്ച സംഭവിക്കാതിരിക്കാൻ വേണ്ടി മനുഷ്യർ മിന്നൽ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിന്നൽ രക്ഷാ കവചങ്ങൾ, മിന്നൽ രക്ഷാ ചാലകങ്ങൾ ഘടിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ പള്ളി ഉണ്ടാക്കുമ്പോൾ പള്ളിയുടെ മിനാരത്തിൻ്റെ മുകളിലും, മറ്റു ദൈവങ്ങൾക്ക് അമ്പലങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ ചർച്ച് ഉണ്ടാക്കുമ്പോൾ കുരിശിൻ്റെ മുകളിലും, ഈ പള്ളിയുടെയും അമ്പലങ്ങളുടെയും ചർച്ചുകളുടെയും ഒക്കെ മേലോട്ട് ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ ആ പള്ളിക്കും അമ്പലങ്ങൾക്കും ഇടിമിന്നൽ തട്ടാതിരിക്കാൻ വേണ്ടി മനുഷ്യരിന്ന് മിന്നൽ രക്ഷാചാലകങ്ങൾ ഘടിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം മിന്നലുണ്ടാക്കുന്നത് ദൈവമല്ല എന്നാണ്. കാരണം ദൈവമാണ് മിന്നലുണ്ടാക്കുന്നതെങ്കിൽ ഒറിജിനൽ ദൈവത്തിൻ്റെ ആരാധനാലയങ്ങളെയെങ്കിലും ദൈവത്തിന് ഈ മിന്നലിൽ നിന്ന് രക്ഷിക്കാൻ കഴിയണം. മിന്നലൊക്കെ മനുഷ്യനെ പേടിപ്പിക്കാനും മനുഷ്യരെ ശിക്ഷിക്കാനും വേണ്ടിയിട്ട് ദൈവം ഇറക്കുന്നതാണ് എന്നൊക്കെയാണ് ഈ കഥാപുസ്തകങ്ങളിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആ ദൈവങ്ങളെ ആരാധിക്കാൻ വേണ്ടി മനുഷ്യരുണ്ടാക്കി വെച്ച ദൈവങ്ങളുടെ വീടുകൾക്ക് മിന്നൽ ഏൽപ്പിച്ച് കേടുവരുത്തുന്നത്? അത് പേടിച്ചിട്ട് എന്തിനാണ് മനുഷ്യന്മാർ, ഈ പള്ളിയുടെയും അമ്പലത്തിൻ്റെ ആൾക്കാർ മിന്നലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ പള്ളീൻ്റെ മിനാരത്തിൻ്റെ മുകളിലും അമ്പലത്തിൻ്റെ മുകളിലും ഒക്കെ കുത്തിക്കയറ്റുന്നത്? അപ്പോൾ എന്തിൻ്റെ ദൃഷ്ടാന്തമാണത്? ദൈവമില്ല എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ്. ഈ ഇടിമിന്നലും ദൈവവും തമ്മിലൊരു ബന്ധവുമില്ല എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നവർക്ക് ഒന്നോന്തരം ദൃഷ്ടാന്തമാണ് ഇതൊക്കെ. അതല്ലാതെ അള്ളാഹുവാണ് പടച്ചോൻ എന്നതിനോ, ഒരു പടച്ചോനേ ഉള്ളൂ എന്നതിനോ, പടച്ചോൻ്റെ വെളിപാടാണ് ഇക്കിത്താവ് എന്നതിനോ ഇതിലൊന്നും ഒരു നയ പൈസയുടെ ദൃഷ്ടാന്തവും ഇല്ല. 25 അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതു തന്നെയാണ് അവൻ്റെ കൽപ്പനപ്രകാരം ആകാശവും ഭൂമിയും നിലനിന്ന് വരുന്നതും പിന്നീട് ഭൂമിയിൽ നിന്ന് നിങ്ങളെ അവൻ ഒരൊറ്റ വിളി വിളിച്ചാൽ അപ്പോൾ നിങ്ങളതാ പുറത്തു വരുന്നതാണ്. ആകാശം പൊളിഞ്ഞ് ഭൂമിയിലേക്ക് വീഴാതെ ആകാശത്തിന് നമ്മൾക്ക് കാണാൻ പറ്റാത്ത തൂണുകളിലോ അല്ലെങ്കിൽ നമ്മൾക്ക് കാണുന്ന തൂണുകൾ കൂടാതെയോ പൊക്കി വച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ വെളിപാടുകൾ നല്ല ഒന്നോന്തരം ദൃഷ്ടാന്തമാണ്. എന്തിൻ്റെ ദൃഷ്ടാന്തമാണ്? ഈ ഖുർആൻ പടച്ചുണ്ടാക്കിയത് 6-ാം നൂറ്റാണ്ടിൽ ഒരു വിവരമില്ലാത്ത മനുഷ്യനാണ് എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ്. കാരണം ഇന്ന് നമുക്കറിയാം ആകാശം എന്ന് പറയുന്ന ഒരു മേൽക്കൂര അവിടെ പൊക്കി വെച്ചിട്ടില്ല എന്നതും അത് ഭൂമിയിലേക്ക് പൊട്ടിപ്പൊളിഞ്ഞ് വീഴാൻ പോകുന്നില്ല എന്നതും ഒക്കെ നമുക്കിന്നറിയാം. ഇതൊക്കെ എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അതിൻ്റെയൊക്കെ പിന്നിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള വസ്തുതകൾ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ഏറെക്കുറെ ഇന്ന് മനുഷ്യർക്കറിയാം. ആ അറിവും ഈ ഖുർആനിൽ വിളമ്പി വെച്ചിട്ടുള്ള മണ്ടത്തരങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നത് തന്നെയാണ് ഖുർആൻ്റെ ഉറവിടം. മനുഷ്യൻ്റെ വിവരക്കേട് നിറഞ്ഞ തലച്ചോറാണ് എന്നതിൻ്റെ ഒന്നാന്തരം ദൃഷ്ടാന്തം. അതിനപ്പുറത്ത് ആകാശവും ഭൂമിയും പരസ്പരം പൊളിഞ്ഞു വീഴാതെ നിൽക്കുന്നു എന്നത്, അള്ളാഹു എന്ന് പറയുന്ന പടച്ചോനുണ്ട് എന്നതിന്, മുഹമ്മദ് പടച്ചോൻ്റെ ദൂതനാണ് എന്നതിന് ഒരു ദൃഷ്ടാന്തവും നൽകുന്നില്ല എന്ന് മാത്രമല്ല ഇതൊക്കെ മണ്ടത്തരമാണ് എന്നത് തന്നെയാണ് ഇത് ദൈവത്തിൻ്റെ പുസ്തകമോ വെളിപാടോ അല്ല എന്നതിൻ്റെ ദൃഷ്ടാന്തം. 26 ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ അവൻ്റേതാകുന്നു, എല്ലാവരും അവന് കീഴടങ്ങുന്നവരത്രേ. എല്ലാവരും അവന് കീഴടങ്ങുന്നവരാണ് എന്ന് പറയുന്ന ഇതേ പുസ്തകത്തിൽ തന്നെയാണ് അവന് കീഴടങ്ങാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ബേജാറായി പായ്യാരം പറഞ്ഞ് ചീത്തയും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ്റെ പിന്നാലെ നടക്കുന്നത്. അത് തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുക? 27 അവൻ തന്നെയാണ് സൃഷ്ടിയെ ആദ്യമുണ്ടാക്കുന്നവൻ, പിന്നീട് അവൻ അത് ആവർത്തിക്കുന്നു. അതാകട്ടെ അവൻ്റെ മേൽ വളരെ എളിയ കാര്യവുമാണ്. ആകാശങ്ങളിലും ഭൂമിയിലും അത്യുന്നതമായ ഉപമ അവനുണ്ട് താനും. അവൻ പ്രതാപശാലിയാണ്, അഗാധജ്ഞനാണ്. പ്രതാപശാലിയും അഗാധജ്ഞനും പോയിട്ട് സാമാന്യമായ വിവരമോ
സാമാന്യമായ കഴിവോ ഇല്ലാത്ത 6-ാം നൂറ്റാണ്ടിലെ ഒരു മനുഷ്യൻ്റെ വിവരക്കേട് മാത്രം വിളമ്പുന്ന ഒരു പ്രാകൃത ഗോത്ര മനുഷ്യൻ്റെ ഊതി വീർപ്പിച്ച രൂപം മാത്രമാണ് ഈ അള്ളാഹു എന്നതിന് ഈ ഖുർആനിലെ 6000-ൽ പരം വാക്യങ്ങളും തെളിവാണ്, ദൃഷ്ടാന്തമാണ്. ഈ ഖുർആനിൽ പറയുന്ന ഉപമകൾ തന്നെ ഇത് മനുഷ്യൻ്റെ സൃഷ്ടിയാണ് എന്നതിന് അനിഷേധ്യമായ തെളിവ് നൽകുന്നുണ്ട്. അത് ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന ചില ഉപമകളിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇവിടെ പറഞ്ഞത് എന്താണ്? അത്യുന്നതമായ ഉപമ അവൻ അതിനുണ്ട് എന്നാണ്. എന്തുപമയാണ്? അള്ളാഹുവിന് ഉപമകൾ പറയുന്നു എന്നത് തന്നെ മണ്ടത്തരാണ്. അള്ളാഹു ഒന്നിനോട് ഉപമിക്കാൻ പറ്റാത്തതാണ് എന്ന് ഒരു സ്ഥലത്ത് പറയുകയും എന്നിട്ട് അള്ളാഹുവിനെ ഈ പ്രകൃതിയിലുള്ള നിസ്സാരമായിട്ടുള്ള ഒലീവ് വിളക്കിനോ പോലെയുള്ള നിസ്സാര വസ്തുക്കളോട് ഉപമിക്കുകയും ചെയ്യുന്ന കോമഡി വൈരുദ്ധ്യം ഈ ഖുർആനിലുണ്ട്. അതുപോലെ തന്നെ മഹത്തായ ഉപമയാണ് അള്ളാഹു പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് പറയുന്ന ഉപമകൾ ഒരു നിലവാരവും ഇല്ലാത്തതും 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത ഗോത്ര മനുഷ്യൻ്റെ മൂല്യബോധം പ്രസരിപ്പിക്കുന്നതുമാണ് എന്ന് നമ്മൾ ഇനി വായിക്കാൻ പോകുന്ന വാക്യങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. 28. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഉപമ അവൻ വിവരിച്ചു തരികയാണ്. നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വസ്തുവിൽ നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ളവരിൽ, അതായത് അടിമകളിൽ നിന്ന് വല്ല പങ്കുകാരും നിങ്ങൾക്കുണ്ടോ? എന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പരസ്പരം ഭയപ്പെടുന്നത് പോലെ അവരെയും ഭയപ്പെട്ടുകൊണ്ടിരിക്കുമാറ് അതിൽ നിങ്ങൾ ഇരുകൂട്ടരും സമന്മാരായിരിക്കുക എന്നത് സാധ്യമാണോ? ബുദ്ധി കൊടുക്കുന്ന ജനങ്ങൾക്ക് നാം ഇപ്രകാരം ലക്ഷ്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. ഞാൻ എൻ്റെ 18-ാമത്തെ വയസ്സിൽ ആദ്യം ഖുർആൻ വായിച്ചപ്പോൾ ഈ ഉപമ വായിച്ചതോടുകൂടി തന്നെ ഖുർആൻ്റെ ഉറവിടം എന്താണ് എന്നും ഖുർആൻ്റെ സംസ്കാരം എന്താണ് എന്നും മനസ്സിലാക്കുകയും കുറേ സമയത്തേക്ക് എനിക്ക് എൻ്റെ ആത്മരോഷം സഹിക്കവയ്യാതെ ഞാൻ ആ പുസ്തകം തന്നെ അപ്പുറത്തേക്ക് മാറ്റിവെച്ച് വലിച്ചെറിഞ്ഞിട്ട് കുറേ നേരം ക്ഷമിച്ചിരുന്ന് പിന്നെ കുറേ സമയം കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചൊന്ന് മനസ്സ് തണുത്തതിന് ശേഷമാണ് രണ്ടാമത് വീണ്ടും ആ പുസ്തകം എടുത്ത് വായിച്ചത്. അത്രമാത്രം എനിക്ക് ആത്മരോഷം മനസ്സിൽ തോന്നിയ ഒരു വാചകമാണ് ഖുർആനിൽ വിളമ്പി വെച്ചിട്ടുള്ള ഈ ഉപമ. എന്താണ് ഈ ഉപമയിലൂടെ പറയുന്നത്? അള്ളാഹു എന്ന് പറയുന്ന ദൈവം പറയാണ്, മനുഷ്യരോടാണ് പറയുന്നത്. ഏത് മനുഷ്യരോട്? പുരുഷന്മാരായ സ്വതന്ത്രരായ ഉടമകൾ മാത്രമായ കുറച്ച് മനുഷ്യരെ സംബോധന ചെയ്തുകൊണ്ടാണ് ഈ ഖുർആൻ സംസാരിക്കുന്നത്. ഖുർആൻ എല്ലായിടത്തും ഈ ഒരു ചെറിയ വിഭാഗത്തെ മാത്രമേ സംബോധന ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരെ മനുഷ്യരായിട്ട് ഖുർആൻ കാണുന്നില്ല. സ്ത്രീകളൊന്നും പുരുഷനെ പോലെ മനുഷ്യരല്ല. അടിമകളെ അവർ വേറെ എന്ന് പറഞ്ഞുകൊണ്ട് അടിമകളെ വേറൊരു ജീവികൾ എന്ന രീതിയിലാണ് ഇവിടെ സംബോധന ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ വലങ്കൈകൾക്ക് ഉടമപ്പെട്ട അടിമകളും നിങ്ങളും തുല്യരാണോ? ഒരിക്കലുമല്ലല്ലോ. നിങ്ങൾ പരസ്പരമുള്ളതുപോലെയുള്ള ഒരു തുല്യതാ സങ്കല്പവും നിങ്ങളുടെ അടിമകളോട് നിങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങളുടെ അടിമകളെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? നിങ്ങൾ പരസ്പരം ഭയപ്പെടുന്നത് പോലെ, സ്വതന്ത്രരായ പുരുഷന്മാർ പരസ്പരം ഭയപ്പെടുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ അടിമകളെ ഭയപ്പെടുന്നുണ്ടോ? നിങ്ങൾ അവരെ അനുസരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, അവർ നിങ്ങളുടെ വെറും അടിമകളല്ലേ. അതേപോലെ തന്നെയാണ് സൃഷ്ടാവായ ഞാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള മറ്റു വസ്തുക്കൾ നിങ്ങൾ ആരാധനയ്ക്കായി പങ്കുചേർക്കാൻ വേണ്ടി എടുക്കുന്ന മറ്റു ദൈവങ്ങളും അതുപോലെയാണ് എന്ന് ഉപമ പറഞ്ഞു കൊടുക്കുകയാണ് ഈ വഷളൻ ദൈവം. നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ, സാമാന്യമായ ഒരു മനുഷ്യത്വവും നേരും നെറിയുമുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ഉപമ മാത്രം മതി ഈ ഖുർആനും ദൈവവും തമ്മിൽ, കടലും കടലത്തൊലിയും തമ്മിലുള്ള ബന്ധം പോലും ഇല്ല എന്ന് മനസ്സിലാക്കാൻ. ഞാൻ എൻ്റെ 18-ാമത്തെ വയസ്സിൽ ആദ്യമായി ഖുർആൻ വായിച്ചപ്പോൾ 100% ഇത് ദൈവികമല്ല എന്ന് തീരുമാനത്തിലെത്തിയത് ഈ അടിമത്തത്തേക്ക് ന്യായീകരിക്കുന്ന തരത്തിൽ ഇതുപോലുള്ള വഷള ന്യായീകരണങ്ങൾ പറയുന്ന ഉപമകളും മറ്റും വായിച്ചപ്പോഴാണ്. ഇതൊരിക്കലും ഒരു ദൈവം മനുഷ്യരോട് പറയാൻ സാധ്യതയില്ല എന്ന് ചിന്തിക്കാൻ യുക്തിയൊന്നും വേണ്ട. ലേശം മനുഷ്യപ്പറ്റ് മതി. ലേശം മനുഷ്യപ്പറ്റുള്ള ഒരാൾക്കും ഈ വഷളത്തരം ഒരു ദൈവം മനുഷ്യരോട് പറയുന്നതാണ് എന്ന് ചിന്തിക്കാൻ കഴിയില്ല. അത്രമാത്രം നെറികെട്ട വർത്തമാനമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യനോട് ചെയ്തിട്ടുള്ള ഏറ്റവും നികൃഷ്ടമായ തിന്മയാണ് മനുഷ്യനെ അടിമകളാക്കി എന്നത്. എന്നിട്ട് ആ അടിമകൾക്ക് മനുഷ്യനുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കുകയും ആ അടിമകളെ മൃഗങ്ങളെപ്പോലെ കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്നത്. അതിനെയാണ് ഇവിടെ ദൈവത്തിൻ്റെ പങ്കുകാരായ മറ്റു ദൈവങ്ങളും തമ്മിലുള്ള വ്യത്യാസം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപമയായിട്ട് മനുഷ്യൻ്റെ മുമ്പിൽ വിളമ്പുന്നത് ഈ ദൈവം. അപ്പോൾ ഈ ദൈവം എവിടെയാണ് പാർത്തിരുന്നത് എന്നതിന് വേറെ തെളിവന്വേഷിച്ച് നമ്മൾ പോകണം. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന
അടിമയുടമ ബന്ധത്തിൽ യാതൊരു അധാർമികതയും ദർശിക്കാൻ കഴിയാത്ത ഒരു പ്രാകൃത ഗോത്ര മനുഷ്യനായ പുരുഷൻ്റെ ഉടമയുടെ തലച്ചോറിൽ വസിച്ചിരുന്ന ഒരു പ്രാകൃത ദൈവമാണ് ഈ ഖുർആൻ ഇറക്കിയ ദൈവം എന്നതിന് ഇതിൽ പരമൊരു തെളിവും ദൃഷ്ടാന്തവും ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഖുർആനിലെ ഉപമകൾ തന്നെ ഇത് പടച്ചോൻ്റെ പുസ്തകമല്ല എന്നതിന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും നല്ല ഒന്നൊന്നര ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ഇനിയും ഇത് ഖുർആനിൽ ആവർത്തിക്കാൻ പോകുന്നു എന്നതുകൊണ്ടും തൽക്കാലം ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. 29. പക്ഷേ അക്രമം പ്രവർത്തിക്കുന്നവർ യാതൊരു അറിവുമില്ലാതെ തങ്ങളുടെ ഇച്ഛകളെ പിൻപറ്റിയിരിക്കുകയാണ്. എന്നിരിക്കെ അള്ളാഹു വഴി പിഴപ്പിച്ചവരെ ആരാണ് സന്മാർഗത്തിലാക്കുക? അവർക്ക് യാതൊരു സഹായിയുമില്ലതാനും. ഇവിടെ അക്രമം പ്രവർത്തിച്ചവർ എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിച്ചവരും അള്ളാഹുവിന് പങ്കുകാരെ ചേർത്തവരും ക്രിസ്ത്യാനികളും ജൂതരും ഒക്കെയാണ് എന്നാണ് വ്യാഖ്യാനങ്ങളിൽ പറയുന്നത്. എന്നാൽ ഇതേ വാക്യത്തിൽ തന്നെ പറയുന്നത് അള്ളാഹുവാണ് ഏറ്റവും വലിയ അക്രമി എന്നാണ്. അള്ളാഹു മാത്രമാണ് അക്രമി എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു വഴി പിഴപ്പിച്ചവരെ ആരാണ് സന്മാർഗത്തിലാക്കുക? അവർക്ക് യാതൊരു സഹായിയുമില്ലതാനും എന്ന്. അപ്പോൾ അള്ളാഹു ഒരു ചെകുത്താനാണെന്നും മനുഷ്യരെ വഴിപിഴപ്പിക്കുകയാണെന്നും അള്ളാഹു വഴിപിഴപ്പിച്ചാൽ പിന്നെ അവരാർക്കും നേരെയാക്കാൻ കഴിയില്ല എന്നും പറയുന്ന ഈ പുസ്തകം ആരെയാണ് അക്രമി എന്ന് വിളിക്കുന്നത്? അള്ളാഹുവിനെ അല്ലാതെ ദൈവങ്ങളെ ആരാധിച്ചവരെയാണ് ഇവിടെ അക്രമി എന്ന് വിളിക്കുന്നത്. എന്നാൽ അത്തരം ആളുകൾ ഒരു അക്രമവും ചെയ്തിട്ടില്ല. അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവമാണ് ഒറിജിനൽ ദൈവം എന്നതിന് യാതൊരു തെളിവും അവരുടെ മുമ്പിൽ എത്തിയിട്ടില്ലാത്തതുകൊണ്ട് അവരവർക്ക് പാരമ്പര്യമായി കിട്ടിയ വിശ്വാസമനുസരിച്ച് നിഷ്കളങ്കമായി ദൈവങ്ങളെ ആരാധിച്ചു എന്ന ഒറ്റ കുറ്റത്തിനാണ് അവരെ അക്രമികൾ എന്നിവിടെ വിളിക്കുന്നത്. അത് മുഹമ്മദ് വിളിച്ചതാണ്. മുഹമ്മദിൻ്റെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി മുഹമ്മദ് അവതരിപ്പിച്ചതാണ് ഈ വഷളത്തരം. എന്നിട്ട് അതിൻ്റെ കൂടെ ഏറ്റവും വലിയ അക്രമി അള്ളാഹു തന്നെയാണ് എന്നും ഒരേ ഒരു അക്രമി അള്ളാഹു തന്നെയാണ് എന്നും പച്ചയായിട്ട് ഇതിനകത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അള്ളാഹു ആണ് എല്ലാവരെയും വഴിപഴപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവും പിശാചും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അള്ളാഹു തന്നെയല്ല പിശാച്. 30. ആകയാൽ ശുദ്ധമനസ്കനായ നിലയിൽ നീ നിൻ്റെ മുഖത്തെ മതത്തിലേക്ക് ചൊവ്വാക്കി നിർത്തുക. മനുഷ്യരെ അള്ളാഹു യാതൊരു പ്രകൃതിയിലായി സൃഷ്ടിച്ചിരിക്കുന്നുവോ അള്ളാഹുവിൻ്റെ ആ പ്രകൃതി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് മാറ്റമേയില്ല. അതത്രേ ശരിയായി നിലകൊള്ളുന്ന മതം. എങ്കിലും മനുഷ്യരിൽ അധികം ആളുകളും അറിയുന്നില്ല. ഇതിൻ്റെ വ്യാഖ്യാനമായിട്ട് കുറേ വഷളത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും എഴുതി വച്ചിട്ടുണ്ട് ഖുർആൻ്റെ തഫ്സീറുകളിൽ. ഇവിടെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ ഒരു മാറ്റവും ആർക്കും വരുത്തുക സാധ്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ ആരും മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. അത് രണ്ടും പറയുന്നുണ്ട് വ്യാഖ്യാനങ്ങളിൽ. ഇതിലേതായാലും ശുദ്ധ മണ്ടത്തരമാണ് എന്നതിന് ഇന്ന് നമ്മുടെ മുമ്പിൽ നിരവധി തെളിവുകളുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടി ഏറ്റവും പെർഫെക്റ്റാണ് എന്നും അതുകൊണ്ട് പെർഫെക്റ്റായിട്ടുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നുമൊക്കെയാണ് ഇതിനായിട്ട് അർത്ഥമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏതർത്ഥം എടുത്താലും ശരി അതൊക്കെ തെറ്റാണ് എന്നതിന് നമ്മുടെ മുമ്പിൽ തെളിവുകളുണ്ട്. വേറെ ചിലർ ഇവിടെ അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മതം എന്നാണെന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മതത്തിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതാണെങ്കിലും അത് ശുദ്ധ അസംബന്ധമാണെന്നും അപ്പറഞ്ഞതും തെറ്റാണ് എന്നതിനും നമ്മുടെ മുമ്പിൽ കാക്കത്തൊള്ളായിരം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ പറഞ്ഞതിന് വ്യാഖ്യാനമായിട്ട് അമാനി മൗലവി കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിക്കാം. മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് പരിശുദ്ധമായ ഒരു പ്രകൃതിയോട് കൂടിയാണ്. ചുറ്റുപാടിൻ്റെ സമ്മർദ്ദവും പരിസ്ഥിതികളുടെ പ്രേരണയും വിഘാതം അല്ലെങ്കിൽ മനുഷ്യൻ അവൻ്റെ സാക്ഷാൽ പ്രകൃതിയിൽ തന്നെ വളരുകയാണെങ്കിൽ ലോകസൃഷ്ടാവിനെക്കുറിച്ചുള്ള ബോധത്തിലും അവൻ്റെ തൗഹീദിലും അധിഷ്ഠിതമായ സത്യവിശ്വാസം അവനുണ്ടാകാതിരിക്കുകയില്ല. മാനുഷികമായ ധാർമ്മിക മൂല്യങ്ങളോട് ഇണങ്ങുന്ന പ്രേരണകളായിരിക്കും അവനിൽ ഉത്ഭൂതമാകുന്നതും അവൻ്റെ ബുദ്ധി തേടുന്നതും അവൻ്റെ നന്മയായി അവൻ കാണുന്നതും അതായിരിക്കും. സ്രഷ്ടാവിൻ്റെ നിഷേധത്തിനോ പരദൈവ സങ്കല്പത്തിനോ അവൻ മുതിരുകയില്ല.
ഇതേ പ്രകൃതി മതമത്രേ ഇസ്ലാം. യാതൊരു വക്രതയും കൂടാതെ ശുദ്ധ മനസ്സോടെ ആ മതത്തിലേക്ക് നേർക്കുനേരെ തിരിഞ്ഞു വരണമെന്നാണ് നിരവധി ദൃഷ്ടാന്തങ്ങൾ നിരത്തിക്കാട്ടിക്കൊണ്ട് അള്ളാഹു മനുഷ്യനെ ആഹ്വാനം ചെയ്തത്. ഈ പരിശുദ്ധമായ പ്രകൃതി വിട്ട് മനുഷ്യനെ ഇടവും വലവും തിരിച്ചുവിടുന്നതും അവരെ വ്യത്യസ്ത മതക്കാരും ജാതികളുമാക്കി തരംതിരിക്കുന്നതും പ്രതികൂലമായ സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണെന്ന വസ്തുത ഒരു ഹദീസിൽ നബി ഇപ്രകാരം ചൂണ്ടിക്കാട്ടുന്നു. ഹദീസിൻ്റെ സാരം: ഏതു കുട്ടിയും ശുദ്ധ പ്രകൃതി, അതായത് ഇസ്ലാമിക പ്രകൃതിയോടുകൂടിയല്ലാതെ ജനിക്കുന്നില്ല. എന്നിട്ട് അവൻ്റെ മാതാപിതാക്കൾ അവനെ യഹൂദനാക്കുന്നു, അല്ലെങ്കിൽ നസ്രാണിയാക്കുന്നു, അല്ലെങ്കിൽ മജൂസിയാക്കുന്നു. മൃഗങ്ങൾ അവയവം പൂർത്തിയായ മൃഗത്തെ പ്രസവിക്കുന്നത് പോലെ തന്നെ അതിൽ കാത് മുറിക്കപ്പെട്ടതായി വല്ലതും നിങ്ങൾ കാണാറുണ്ടോ? ഇത്രയും പറഞ്ഞ ശേഷം തിരുമേനി ഇതിന് തെളിവായി 30-ാം വചനത്തിലെ ഈ വാക്യം ഉദ്ധരിക്കുകയും ചെയ്തു: മൃഗക്കുട്ടികൾ ജനിക്കുമ്പോൾ അവയവം പൂർണ്ണമായ നിലയിലാണ് ജനിക്കുന്നതെന്ന പോലെ മനുഷ്യമക്കൾ ജനിക്കുന്നതും അവരുടേതായ ശുദ്ധ പ്രകൃതിയോടെയാണെന്നും പിന്നീട് മൃഗങ്ങളുടെ കാതുകൾ മനുഷ്യർ മുറിക്കപ്പെടുന്നത് പോലെ മനുഷ്യർ വഴിപിഴച്ചു പോകുന്നതും പുറത്തു നിന്നുള്ള ഇടപെടൽ കൊണ്ടാണെന്നുമാണ് ഹദീസിൻ്റെ താൽപ്പര്യം. ഹദീസിൽ മാതാപിതാക്കൾ എന്നും യഹൂദി, നസ്രാണി, മജൂസി എന്നും പ്രസ്താവിച്ചത് കേവലം ചില ഉദാഹരണങ്ങൾ മാത്രമാണെന്ന് വ്യക്തമാണ്. ഇസ്ലാമിലെ വിശ്വാസങ്ങൾ മാത്രമല്ല, അതിലെ നിയമങ്ങളും അനുഷ്ഠാന മുറകളും എല്ലാം തന്നെ പരിശോധിച്ചാൽ മനുഷ്യപ്രകൃതിക്ക് തികച്ചും യോജിച്ച ഏക മതം ഇസ്ലാമാണെന്നുള്ളതിൽ സംശയമില്ല. ഈ യാഥാർത്ഥ്യം ഇതിനകം തെളിയിക്കപ്പെട്ടും കഴിഞ്ഞു. ബുദ്ധിമതികളും നിഷ്പക്ഷഹൃദയരുമായ പല ചിന്തകരും സമ്മതിക്കപ്പെട്ടതുമാകുന്നു. ഇവിടെ അതിനെപ്പറ്റി കൂടുതൽ സ്പർശിക്കുന്നില്ല. മനുഷ്യപ്രകൃതിക്ക് ഉപയുക്തമല്ലാത്ത ഏതു മതത്തിനും സ്ഥിരതയും നിലനിൽപ്പും ഉണ്ടാകുവാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ കാലാനുസൃതമായ ഭേദഗതികൾക്ക് വിധേയമാകുക, അല്ലെങ്കിൽ ഭാഗികമായ പൂർണ്ണമായ പുറന്തള്ളപ്പെട്ട് കാലഹരണപ്പെടുക. രണ്ടിലൊന്ന് ആവശ്യമായിരിക്കും. മനുഷ്യപ്രകൃതിക്കനുസരിച്ചതും കാലദേശ വ്യത്യാസമന്യേ മനുഷ്യവർഗത്തിനാകമാനം പ്രായോഗികമായതുമായ മതം മനുഷ്യ സൃഷ്ടാവിനാൽ അവതരിപ്പിക്കപ്പെട്ട മതമായിരിക്കുവാനേ നിർവാഹമുള്ളൂ. അതത്രേ ഇസ്ലാം. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അള്ളാഹു നൽകിയ പ്രകൃതിയെന്നും പ്രകൃതി മതം എന്നുമൊക്കെ പറയുന്നത്. അതിനു മാത്രമേ യാതൊരു ന്യൂനതയും ബാധിക്കാത്തവണ്ണം സ്വയം പര്യാപ്തതയുള്ളൂ. പക്ഷേ ക്ഷണികങ്ങളായ താൽപ്പര്യങ്ങളോ ചിന്താശൂന്യതയോ കാരണമായി മിക്ക മനുഷ്യരും ഈ പരമാർത്ഥം മനസ്സിലാക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് കോമഡി? അപ്പോൾ മനുഷ്യരൊക്കെ ജനിക്കുന്നത് ബൈ ഡിഫോൾട്ട് മുസ്ലിങ്ങളായിട്ടാണ്. പിന്നെ സാഹചര്യങ്ങൾ, അവരുടെ അച്ഛനമ്മമാരാണ് അവരെ ക്രിസ്ത്യാനികളും ജൂതന്മാരും മജൂസികളും ഹിന്ദുക്കളും ഒക്കെ ആക്കി മാറ്റുന്നത് എന്നാണ് ഈ പൊട്ടവ്യാഖ്യാനത്തിൽ പറയുന്നത്. ഇത് ഒരു സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരല്പനേരം ഒന്ന് മനുഷ്യരെ നിരീക്ഷിച്ചാൽ, അല്പനേരം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ഈ പറഞ്ഞത് ശുദ്ധ മണ്ടത്തരമാണെന്ന്. ഇവിടെ മനുഷ്യൻ ജനിക്കുന്നത്, എല്ലാ മനുഷ്യരും ജനിക്കുന്നത് ബൈ ഡിഫാൾട്ട് ഈ പറയുന്ന ഒരു കെട്ടുകഥയും ഇല്ലാതെ ഒരു ശൂന്യമായ തലച്ചോറോടുകൂടിയാണ്. ശൂന്യമായ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ജൈവപരമായിട്ട് ലഭിക്കുന്ന അനുഭവങ്ങളും അറിവുകളും അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും ഇല്ലാതെയാണ് ഓരോ കുഞ്ഞും ജനിക്കുന്നത്. പിന്നെ ആ കുഞ്ഞ് ജനിച്ച് വീണ് ജീവിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ആ കുഞ്ഞ് ആർജിക്കുന്ന അറിവുകളാണ് ആ കുഞ്ഞിൻ്റെ തലച്ചോറിൽ അറിവുകളായിട്ട് വികസിക്കുന്നത്. അവിടെ വെച്ചാണ്, മുലപ്പാലിൻ്റെ കൂടെയാണ് ഓരോരുത്തരും അവരവരുടെ അന്ധവിശ്വാസങ്ങളും അവരവരുടെ മതവുമൊക്കെ കുട്ടികളുടെ തലച്ചോറിലേക്ക് കുത്തിക്കയറ്റുന്നത്. അത് കുത്തിക്കയറ്റാതെ ഇരുന്നാൽ, ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ അതൊന്നും കുത്തിക്കയറ്റാതെ ഇരുന്നാൽ ഒരു കുട്ടിയെ സ്വതന്ത്രമായിട്ട് അങ്ങ് വളരാൻ വിട്ടാൽ ആ കുട്ടി സ്വാഭാവികമായിട്ടും ഇസ്ലാം മതം വിശ്വസിച്ചൊരു മുസ്ലിമായിട്ട് ഇങ്ങോട്ട് വരും എന്നാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാലോ വേണമെങ്കിൽ. ഞാൻ പരീക്ഷിച്ചതാണ്. ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ എൻ്റെ മക്കളൊക്കെ മുസ്ലിങ്ങളായി മാറണം. കാരണം ഞാൻ എൻ്റെ മക്കളെ ഒരു മതവും പഠിപ്പിച്ചിട്ടില്ല, ഈ മതങ്ങളൊക്കെ തെറ്റാണെന്നും പഠിപ്പിച്ചിട്ടില്ല, ഈ മതങ്ങളെക്കുറിച്ചുള്ള കെട്ടുകഥകളെക്കുറിച്ചൊന്നും യാതൊന്നും കേൾപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. അവരെ വിദ്യാലയങ്ങളിൽ അയച്ചു. ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അവിടെ പഠിച്ചത്. ഇവിടെ സ്കൂളിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു മതം പഠിപ്പിക്കുന്നില്ലല്ലോ. പഠിപ്പിച്ചാൽ തന്നെ എല്ലാ മതങ്ങളെക്കുറിച്ചും ചില പരാമർശങ്ങൾ പറഞ്ഞു പോകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഒരു മതം മാത്രം ശരിയെന്ന് നമ്മുടെ സ്കൂളിലൊന്നും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികളൊക്കെ ഒരു മതവും പഠിപ്പിക്കാതെ വളർത്തിയിട്ട് എൻ്റെ കുട്ടികൾ വളർന്നു വന്നപ്പോൾ അവർ മുസ്ലിം ആയത് ഞാൻ കണ്ടിട്ടില്ല. അവർ ഒരു മതവും വിശ്വസിക്കാതെ അവർക്കിതിനെക്കുറിച്ചൊക്കെ സാമാന്യമായിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ വളരെ
വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള സ്വതന്ത്ര മനുഷ്യരായിട്ടാണ് അവർ ജീവിക്കുന്നത്. ഇത് എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കും പരീക്ഷിച്ച് നോക്കാം. കുറേ കുട്ടികളെ നിങ്ങൾ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു മതവും പഠിപ്പിക്കാതെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വളർത്തി നോക്ക്, അവർ മുസ്ലിങ്ങളാവോ ഈ പറയുന്നത് മാതിരി. അവർ വേറെ എന്തിൽ പോയാലും ശരി ഇതിലെടുക്കില്ല. സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ അവസാനത്തെ ഓപ്ഷനായിരിക്കും ഏതെങ്കിലും ഒരു മതം വേണം നിർബന്ധമുണ്ടെങ്കിൽ അത് ഇസ്ലാം അവസാനത്തെ ഓപ്ഷനായിട്ട് എടുക്കുള്ളൂ. അത്രമാത്രം മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ്, ഈ വഷളത്തരങ്ങളാണ് ഈ മതത്തിൽ എഴുതി വച്ചിട്ടുള്ളത്. ഇനി കുട്ടികളെ ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയോടെയാണെന്നും ആ ശുദ്ധ പ്രകൃതിയിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കാൻ പാടില്ല എന്നുമാണ് ഇവിടെ പറഞ്ഞത്. അത് മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കാര്യത്തിലാണ് എന്നാണ് വ്യാഖ്യാനം. അതല്ല ശരീരത്തിൻ്റെ കാര്യത്തിലാണ് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. അതനുസരിച്ചാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ദൈവം നൽകിയിട്ടുള്ള പ്രകൃതത്തെ മാറ്റം വരുത്തുന്ന തരത്തിലുള്ള യാതൊരു കൈക്രിയകളും നടത്താൻ പാടില്ല എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ കാലാകാലം ശാഠ്യം പിടിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ വിരുദ്ധമായിട്ട് മുസ്ലിങ്ങൾ ഈ ലിംഗത്തിൻ്റെ അറ്റം മുറിക്കുകയും ചെയ്യുന്നു. ശുദ്ധ പ്രകൃതിയോടുകൂടി യാതൊരു കുഴപ്പമില്ലാതെ പെർഫെക്റ്റായിട്ട് സൃഷ്ടിച്ചിട്ട് പിന്നെ ആ സൃഷ്ടിയിൽ മാറ്റം വരുത്താൻ അറ്റം മുറിക്കുന്നത് ഈ പറഞ്ഞ ഖുർആൻ വാക്യത്തിനെതിരാണ്. മറ്റൊന്ന്, ദൈവം എല്ലാം പെർഫെക്റ്റായിട്ടാണ് സൃഷ്ടിച്ചത് എങ്കിൽ എങ്ങനെയാണ് രണ്ട് കുട്ടികൾ ഒട്ടിയിട്ട് ജനിക്കുന്നത്, തല ഒട്ടിയിട്ടും നെഞ്ചൊട്ടിയിട്ടും പള്ള ഒട്ടിയിട്ടൊക്കെ ജനിക്കുന്നത്? അങ്ങനെ ജനിച്ച കുട്ടികളെ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഇന്ന് വൈദ്യശാസ്ത്രം എന്ത് ചെയ്യുന്നു? ശാസ്ത്രക്രിയ ചെയ്ത് മുറിച്ച് വേർപ്പെടുത്തി രണ്ട് കുട്ടികളാക്കി മാറ്റുന്നു. ദൈവം എങ്ങനെയാണോ ഏത് പ്രകൃതത്തിലാണോ ജനിപ്പിച്ചത് ആ ജനിപ്പിച്ച പ്രകൃതത്തിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നാണെങ്കിൽ സയാമീസ് ഇരട്ടകളായിട്ട് ഒട്ടി ജനിച്ച കുട്ടികളെ വേർപെടുത്താൻ പാടില്ല. പക്ഷേ ആ സയാമീസ് ഇരട്ടകളായ കുട്ടികൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടി പെർഫെക്റ്റാണ് എന്ന മണ്ടത്തരം അവിടെ പൊളിയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളും എന്തെല്ലാം വൈരുദ്ധ്യങ്ങളും ഇതിനകത്തും പുറത്തും നമുക്ക് കാണാം. ഇതിലും വലിയ വിഡ്ഢിത്തം വേറെ എന്താ ഉള്ളത്? ഈ പറഞ്ഞത് മുഴുവൻ, ഞാനിപ്പോൾ ഈ വായിച്ചത് മുഴുവൻ മണ്ടത്തരമാണ്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി മുസ്ലിമാണെന്നും ബാക്കി മറ്റുള്ളവരാണ് പിന്നെ അവരെ മുസ്ലിം അല്ലാതാക്കുന്നത് എന്നൊക്കെ. എന്നാൽ ഈ ഇസ്ലാമും മുസ്ലിമും ഒക്കെ ഉണ്ടായത് 6-ാം നൂറ്റാണ്ടിൽ ഈ മുഹമ്മദ് വന്ന് ഈ ഒരു വിഡ്ഢിത്തം പറഞ്ഞതിന് ശേഷമാണ് ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഉണ്ടായത്. അതുവരെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കോടിക്കണക്കിന് മനുഷ്യർ ഇവിടെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ മതങ്ങളുണ്ടായിരുന്നു. ഇന്നും ലോകത്ത് ജനസംഖ്യയിൽ 3/4 ഭാഗവും മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരും മതം വിശ്വസിക്കാത്തവരും ഒക്കെയാണ്. പിന്നെ എങ്ങനെയാണ് കുട്ടികൾ ബൈ ഡിഫാൾട്ട് ജനിക്കുമ്പോൾ തന്നെ മുസ്ലിമാണ് എന്നൊക്കെ പറയാം? അതൊക്കെ മുഹമ്മദ് പറഞ്ഞ മണ്ടത്തരമാണ്. ആ മണ്ടത്തരം അതേപോലെ ഇവിടെ പകർത്തി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ വായിച്ചാൽ ഇന്നത്തെ കാലത്ത് ചിന്തിക്കുന്ന മനുഷ്യർക്ക് കളിയാക്കി ചിരിക്കാനും പരിഹസിക്കാനും അല്ലാതെ വേറെ എന്തിനുള്ള വകയാണ് ഇതിനകത്തുള്ളത്? ഇതൊക്കെ മക്കയിൽ മുഹമ്മദ് ഇതെല്ലാം 13 കൊല്ലം പാടി നടന്നിട്ടും മക്കക്കാർ പരിഹസിച്ച് തള്ളിയപ്പോൾ മുഹമ്മദ് സ്വയം ആശ്വാസം കൊള്ളുകയാണ്. മുഹമ്മദിൻ്റെ ദൈവം മുഹമ്മദിനെ തന്നെ സ്വയം ആശ്വസിപ്പിക്കുന്നതാണ്. ഈ മതമാണ് വക്രതയില്ലാത്ത മതം, ഈ മതമാണ് ശരിയായ മതം, ജനിച്ച കുട്ടികളൊക്കെ ഈ മതത്തിലാണ് വരേണ്ടത്, പക്ഷേ ബാക്കിയുള്ളവരൊക്കെ വേറെ നിലക്ക് പേച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ കഴിവുകേടും നിസ്സഹായതയും പറഞ്ഞ് മുഹമ്മദിനെ ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുതന്നെ ഏറ്റവും വലിയ കോമഡിയാണ്. ഒരു ദൈവം ഈ മാതിരി നിസ്സഹായത വെളിപ്പെടുത്തുന്ന വഷളത്തരങ്ങൾ പറയാനുള്ള സാധ്യത ഉണ്ടോ എന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി. 31 അവങ്കലേക്ക് മനസ്സുമടങ്ങിയവരായ നിലയിൽ അവനെ സൂക്ഷിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുവിൻ. നിങ്ങൾ മുശ്രിക്കുകളുടെ കൂട്ടത്തിലാകുകയും ചെയ്യരുത്. ഇവിടെ മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവർക്ക് തന്നെ അവസാന കാലമായപ്പോഴേക്കും ഈ മുശ്രിക്കുകൾ പറയുന്നതാണ് ശരിയെന്ന് ബോധ്യപ്പെട്ട് മനസ്സ് അങ്ങോട്ട് ചാഞ്ചാട്ടം തുടങ്ങിയിരുന്നു എന്നതിൻ്റെ സൂചനയാണിത്. മുഹമ്മദിന് പോലും താൻ പറയുന്നതൊക്കെ മണ്ടത്തരമാണ് എന്നും മുശ്രിക്കുകൾ തന്നെ ഈ രീതിയിൽ പഞ്ഞിക്കിടുമ്പോൾ തൻ്റെ ദൗത്യം പരാജയപ്പെടും എന്നും തോന്നിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദിന് തന്നെ മാനസികമായ ചാഞ്ചാട്ടമുണ്ടായിരുന്നു. മുഹമ്മദിൻ്റെ കൂടെ കൂടിയവർക്കും ചാഞ്ചാട്ടമുണ്ടായിരുന്നു. ആ ചാഞ്ചാട്ടത്തിൽ നിന്ന് വീണ്ടും ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി മുഹമ്മദിൻ്റെ മനസ്സ് കണ്ടെത്തുന്ന ആശ്വാസവചനങ്ങളാണ് ഇതൊക്കെ. 32 അതായത് തങ്ങളുടെ മതത്തെ ഭിന്നിപ്പിക്കുകയും പല കക്ഷികളായി തീരുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ ആകരുത്. ഓരോ സംഘവും തങ്ങളുടെ പക്കലുള്ളതിൽ ആഹ്ലാദം കൊള്ളുന്നവരാണ്. ഇവിടെ മതത്തെ ഭിന്നിപ്പിച്ചവരുടെ കൂട്ടത്തിലാകരുത് എന്നാണ് പറയുന്നത്. അത് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഈ ഭിന്നിച്ചവരുടെ കൂട്ടത്തിലാകരുത് എന്ന് പറഞ്ഞുണ്ടാക്കിയ ഈ മതത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ നേരത്തെ 30-ാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ മതത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഈ മതത്തിനുണ്ടായ അത്ര മാറ്റം വേറെ ഏത് മതത്തിനാണ് ഉണ്ടായിട്ടുള്ളത്?
അവസാനം മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോൾ മുഹമ്മദിനെ തന്നെ പറയേണ്ടി വന്നു എൻ്റെ മതം 72 ഗ്രൂപ്പായിട്ട് പിരിയുമെന്ന്. അതിലൊരു ഗ്രൂപ്പ് മാത്രമേ ശരി ഉണ്ടാവുകയുള്ളൂ എന്ന്. ഇന്ന് 72 ലോകത്താകെ എടുത്തു നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്ര ഗ്രൂപ്പായിട്ടാണ് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും പറയുന്നത് അവരുടെ വിശ്വാസം അവരുടെ ഗ്രൂപ്പ് മാത്രമാണ് ശരി, ബാക്കിയുള്ളവരൊക്കെ നരകത്ത് പോകാനുള്ളവരും പഴച്ചവരുമാണെന്ന്. ഇവിടെ ഇപ്പോൾ ക്രിസ്ത്യാനികളും ജൂതന്മാരും പഴച്ചുപോയി എന്നാണ് ഇവിടെ ആരോപിക്കുന്നത്. കാരണം ഇസ്ലാം അവരെയൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ആ തുടക്കത്തിൽ ആരംഭിച്ചത്, അവരെയൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി. പക്ഷേ അവരൊന്നും കിട്ടൂല എന്ന് വന്നപ്പോൾ അവരെ ചീത്ത പറയാൻ തുടങ്ങി. അവർ വഴിപഴച്ചവരാണെന്നും ഭിന്നിച്ചു പോയവരാണെന്നും പറഞ്ഞു. അതേസമയത്ത് തുടക്കത്തിൽ അവർ നല്ല മുന്തിയ കൂട്ടരാണെന്നും നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ സംശയം ഉണ്ടെങ്കിൽ ഓരോട് പോയി ചോദിച്ചു നോക്കി എന്നൊക്കെ പറഞ്ഞ് അവരെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന ആളാണ് ഈ അള്ളാഹു. പക്ഷേ അവരെ കിട്ടില്ല എന്ന് ഉറപ്പ് വന്നതോടുകൂടി അള്ളാഹു നേരെ കാലു മാറിയിട്ട് അവർക്കെതിരായിട്ട് തിരിയുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സർവ്വജ്ഞാനിയും സർവ്വശക്തനായ ഒരു പടച്ചോൻ ഇങ്ങനെ 10 കൊല്ലം കൊണ്ട് കാലു മാറേണ്ട ആവശ്യം വരുമോ? ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് നല്ല ദൃഷ്ടാന്തങ്ങളാണ്. 33 മനുഷ്യരെ വല്ല ബുദ്ധിമുട്ടും ബാധിച്ചാൽ അവർ തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് മനസ്സ് മടങ്ങിയവരായ നിലയിൽ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. പിന്നീട് അവൻ തൻ്റെ പക്കൽ നിന്ന് വല്ല കാരുണ്യവും അവർക്ക് ആസ്വദിപ്പിച്ചാൽ ഇപ്പോഴിതാ അവരിൽ നിന്നൊരു വിഭാഗം തങ്ങളുടെ രക്ഷിതാവിനോട് പങ്കുചേർക്കുന്നു. ഒരു ദൈവം ഇങ്ങനെ പയ്യരം പറയാം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവർ ഇന്നെ വിളിക്കും, എന്നിട്ട് ഞാൻ ബുദ്ധിമുട്ടൊക്കെ തീർത്തു കൊടുത്താൽ പോലും വേറെ പഠിച്ചന്മാരെ പിന്നാലെ പോവും. എന്തോ ഒരു ദയനീയമായ പയ്യരം പറച്ചിലാണ് ഒരു ദൈവം. മക്കാരെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത്. മക്കാർക്ക് അള്ളാഹു ഒരു സുപ്രീം ദൈവമായിരുന്നു. അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചിരുന്നു. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ അതേ സമയത്ത് ചെറിയ ചെറിയ അല്ലറ ചില്ലറ കാര്യങ്ങൾക്ക് അവർ ലാത്തേനെയും ഉസ്സയും മനാത്തേനെയൊക്കെ സമീപിച്ചിരുന്നു. അവർ വഴിപാടൊക്കെ കൊടുക്കുമ്പോൾ ഈ എല്ലാ ദൈവങ്ങൾക്കും കൊടുത്തിരുന്നു, അള്ളാഹുവിനും കൊടുത്തിരുന്നു. ഇവിടെ അള്ളാഹു മറ്റ് ദൈവങ്ങൾക്ക് വഴിപാട് കൊടുക്കുന്നതും മറ്റ് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നതും മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നതും കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് ഇങ്ങനെ പയ്യരം പറയാണ്. അപ്പോൾ മറ്റു ദൈവങ്ങളൊക്കെ ഇല്ലാത്തവരും വ്യാജന്മാരാണ് എങ്കിൽ ആ ദൈവങ്ങൾക്കൊന്നും ഇത് കേൾക്കാനും പ്രാർത്ഥന കേൾക്കാനും അല്ലെങ്കിൽ സ്വീകരിക്കാനൊന്നും കഴിവില്ല എങ്കിൽ, അത് വെറും മിഥ്യയാണെങ്കിൽ എന്തിനാണ് ഈ മിഥ്യയായ ദൈവങ്ങളുടെ പേരിൽ ഇത് ഈ ഒറിജിനൽ ദൈവം ഇങ്ങനെ ബേജാറായി ഇങ്ങനെ അസൂയപ്പെട്ട് പയ്യരം പറയരുത്? ആ മനുഷ്യന്മാർ അവരുടെ വിവരക്കേട് കൊണ്ട് മറ്റു ദൈവങ്ങളുടെ പേരിൽ നടത്തിയ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഈ ദൈവത്തിന് അങ്ങ് എടുത്താൽ പോരെ, ഈ ദൈവത്തിൻ്റെ അക്കൗണ്ടൊക്കെ സ്വീകരിച്ചാൽ പോരെ. അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള വിവരം ഈ ദൈവത്തിനുണ്ടായ പ്രശ്നം തീർന്നില്ലേ? അത് പറ്റില്ല. ദൈവം വേറെ ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ ദൈവങ്ങൾ തൻ്റെ ആരാധന തട്ടിയെടുക്കുകയും ചെയ്യുന്നു എന്ന അസൂയയോട് കൂടി നോക്കി നിൽക്കുകയും ചെയ്യുന്ന ഒരല്പനാണ് മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്ന അള്ളാഹു. ആ അള്ളാഹുവിനെയാണ് മുഹമ്മദ് ഇവിടെ ആവിഷ്കരിച്ച് വഷളാക്കി മാനം കെടുത്തുന്നത്. 34 നാം അവർക്ക് കൊടുത്തിട്ടുള്ളതിന് നന്ദികേട് കാണിക്കുവാനായിട്ടാണ്. എന്നാൽ നിങ്ങൾ സുഖിക്കുക, അങ്ങനെ വഴിയേ നിങ്ങൾക്കറിയാനാകും. ഈ സർവശക്തനായ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് കാത്തിരുന്നോളി, ഞാൻ പിന്നെ കാണിച്ചു തരാം എന്നൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അവർക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എന്ന് പറഞ്ഞ ഒറ്റ താമസം കൊണ്ട് സാധിക്കുന്ന അത്രയും സർവശക്തനായ ഈ പഠിച്ചവനാണ് ഈ പയ്യരം പറഞ്ഞിട്ട് പിന്നെ അവസാനം നിങ്ങൾ കണ്ടോളി ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് കീലേരി അച്ചുവിൻ്റെ മാതിരി പെരുമാറുന്നത്. 35 അഥവാ നാം അവർക്ക് വല്ല പ്രമാണവും ഇറക്കിക്കൊടുത്തിട്ട് അവർ പങ്കുചേർത്ത് വരുന്നതിനെക്കുറിച്ച് അത് പ്രസ്താവിക്കുന്നുണ്ടോ? പ്രമാണം ഇറക്കൽ മറ്റു ദൈവങ്ങൾക്കും ഉണ്ടായിരുന്നു. മുഹമ്മദ് പ്രമാണം ഇറക്കിയിരുന്ന മാതിരി മറ്റു ദൈവങ്ങളൊക്കെ പ്രമാണം ഇറക്കിയിരുന്നു. കാരണം മറ്റു ദൈവങ്ങൾക്കൊക്കെ വെളിച്ചപ്പാടുകളുണ്ടായിരുന്നു. ആ വെളിച്ചപ്പാടുകളൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ ദൈവങ്ങളുടെ ഇംഗിതം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. മുഹമ്മദിൻ്റെ വാപ്പാനെ അറക്കാൻ കൊണ്ടായ കഥയൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അറക്കാൻ കൊണ്ടുപോയിട്ട് ബലി അറക്കാൻ കൊണ്ടുപോയിട്ട് വേറെ ദൈവങ്ങളുമായിട്ട് വെളിച്ചപ്പാടുകൾ കൺസൾട്ട് ചെയ്തിട്ടാണ് അറക്കണ്ട, പകരം 100 ഒട്ടകങ്ങളെ കൊടുത്താൽ മതി എന്ന് തീരുമാനമെടുക്കുകയും അങ്ങനെ 100 ഒട്ടകങ്ങളെ പകരം കൊടുത്തുകൊണ്ട് അബ്ദുള്ളയുടെ ജീവൻ രക്ഷിക്കുകയൊക്കെ ചെയ്ത കഥ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ ആ കാലത്ത് ദൈവങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന വെളിച്ചപ്പാടുകളുണ്ടായിരുന്നു. ദൈവങ്ങളുടെ ഇംഗിതങ്ങൾ അറിഞ്ഞ് അത് മനുഷ്യരോട് സംസാരിച്ചിരുന്ന ഇടനിലക്കാരായിട്ടുള്ള ധാരാളം വെളിച്ചപ്പാടുകൾ അന്ന് ഉണ്ടായിരുന്നു. ആ വെളിച്ചപ്പാടുകൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ ഇങ്ങനെ ചറപറ ഓരോന്ന് വിഡ്ഢിത്തങ്ങൾ പറയുകയാണ് മുഹമ്മദും ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുഹമ്മദ് ഈ പറയുന്ന പ്രമാണം മുഹമ്മദിൻ്റെ അള്ളാഹു മാത്രമല്ല ഇറക്കിയിട്ടുള്ളത്, മറ്റു ദൈവങ്ങളും ഇറക്കിയിട്ടുണ്ട്. മറ്റു ദൈവങ്ങൾ ഇറക്കിയ പ്രമാണത്തിനില്ലാത്ത ഒരു കോപ്പും ഈ മുഹമ്മദിൻ്റെ മുഹമ്മദ് എന്ന വെളിച്ചപ്പാടിൻ്റെ തൊള്ളിയിൽ കൂടെ ഇറക്കിയ വെളിപാടുകൾക്കും ഇല്ല.
ഒക്കെ ഒരു നിലവാരം തന്നെ ഉള്ളൂ. ഒരു നിലവാരം എന്ന് പറയാൻ പോലും പറ്റില്ല. മുഹമ്മദിൻ്റെ ഏറ്റവും നിലവാരം കുറഞ്ഞ വെളിപാടുകളാണ് മുഹമ്മദ് ഇറക്കിയിട്ടുള്ളത് എന്ന് ഈ ഖുർആൻ തെളിയിക്കുന്നുണ്ട്. 36 മനുഷ്യർക്ക് വല്ല കാരുണ്യവും നാം ആസ്വദിപ്പിക്കുന്ന പക്ഷം അവരതിൽ ആഹ്ലാദം കൊള്ളും. അവരുടെ കരങ്ങൾ മുൻപ് ചെയ്തതിൻ്റെ ഫലമായി വല്ല തിന്മയും അവർക്ക് ബാധിക്കുന്നുവെങ്കിലോ അപ്പോഴതാ അവർ നിരാശപ്പെട്ടു പോകുന്നു. പിന്നെയും പയ്യാരം പറയാണ്, ഇവിടെ മനുഷ്യർക്ക് ദൈവം എന്തെങ്കിലും നാശം ബാധിപ്പിക്കുന്നത് അവർ മുമ്പ് ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയായിട്ടാണ് എന്ന ഒരു മണ്ടത്തരം കൂടെ പറയുന്നുണ്ട്. അതിന് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ലോകത്ത് പ്രകൃതിയിലുണ്ടാകുന്ന ദുരന്തങ്ങൾ, അതാണല്ലോ ഇപ്പോൾ ദൈവം നേരിട്ട് മനുഷ്യനെ ശിക്ഷിക്കുന്നു എന്ന് പറയുന്നതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുമോ? പ്രകൃതിയിലുണ്ടാകുന്ന മനുഷ്യർക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യർ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഈ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ആകെ ഗുരുതരമായ ഒരു തെറ്റേ ഉള്ളൂ. അല്ലാത്ത പടച്ചവന്മാരെ ആരാധിച്ചു എന്നതിൻ്റെ പേരിലും, അള്ളാഹുവിനെ ധിക്കരിച്ചു എന്നതിൻ്റെ പേരിലും, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ ധിക്കരിച്ചു എന്നതിൻ്റെ പേരിലും, അള്ളാഹുവിൻ്റെ മതം ധിക്കരിച്ചു എന്നതിൻ്റെ പേരിലൊക്കെയാണ് മനുഷ്യൻ്റെ പേരിൽ തിന്മ ആരോപിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ തിന്മ ചെയ്തതിനുള്ള ശിക്ഷയായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു മനുഷ്യർക്ക് പലതരം ദുരിതങ്ങൾ സമ്മാനിക്കുന്നത് എന്ന ഒരു സൂചന ഇതിനകത്തുണ്ട്. അവർക്ക് അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവർ സന്തോഷിക്കും. പക്ഷേ അവർ മുമ്പ് ചെയ്ത പാപങ്ങളുടെ പേരിൽ അവർക്ക് എന്തെങ്കിലും ദോഷബാധ ഏറ്റുകഴിഞ്ഞാൽ അവർ നിരാശപ്പെടുന്നു എന്നാണ് അള്ളാഹുവിടെ പയ്യരം പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്ത്, ഞാനിപ്പോൾ ഒരു അരനൂറ്റാണ്ടായിട്ട് ഇവിടെ ലോകത്തെ കണ്ണും കാതും തുറന്നു വെച്ച് ജീവിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട്, ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ കോവിഡ് വന്ന മഹാമാരി ഉൾപ്പെടെ, പണ്ട് വസൂരി ഉണ്ടായിരുന്നു, പ്ലേഗ് ഉണ്ടായിരുന്നു, ഇതുപോലുള്ള മഹാമാരികൾ ഉൾപ്പെടെ, പിന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ദുരന്തങ്ങൾ, നമുക്ക് ദൈവം ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ദുരന്തങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ദുരന്തങ്ങളെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ദൈവം വേറെ ദൈവങ്ങളെ ആരാധിച്ചതിൻ്റെ പേരിൽ വേറെ ദൈവങ്ങളെ ആരാധിച്ചവരെ ശിക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നതിന് ഒരു ലവലേശം തെളിവ് നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. ഒരു ഭൂകമ്പം ഉണ്ടായാൽ ആ ഭൂകമ്പത്തിൽ പള്ളികൾ പൊളിയുന്നുണ്ട്, ചർച്ചുകൾ പൊളിയുന്നുണ്ട്, അമ്പലങ്ങൾ പൊളിയുന്നുണ്ട്, ദൈവങ്ങൾ പൊളിയുന്നുണ്ട്, എല്ലാ മനുഷ്യരും ചത്തുപോകുന്നുണ്ട്, നിരപരാധികളായ കുട്ടികൾ ചത്തുപോകുന്നുണ്ട്, കന്നുകാലികൾ ചത്തുപോകുന്നുണ്ട്, മൃഗങ്ങൾ ചത്തുപോകുന്നുണ്ട്. അപ്പോൾ അവിടെ എവിടെയാണ് ഒരു ദൈവം, ആ ദൈവത്തിനെ ആരാധിക്കാതെ വേറെ ദൈവത്തിനെ ആരാധിച്ചവർക്ക് ശിക്ഷ എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന എന്താ ഉള്ളത്? ഇനിയിപ്പോൾ മുസ്ലിങ്ങളുടെ ദൈവം ശരിയും ബാക്കിയുള്ളവരുടെ ദൈവങ്ങളെ ആരാധിക്കുന്നവർക്കൊക്കെ ഇതുപോലെ ശിക്ഷയും എന്ന് പറയുന്ന അനുഭവം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുള്ളതും കൊടുങ്കാറ്റുകൾ ഉണ്ടായിട്ടുള്ളതും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളതും ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മിക്കവാറും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യങ്ങളിലാണ്. അതിപ്പോൾ തുർക്കിയിലായാലും പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ഏത് മുസ്ലിം രാജ്യത്ത് ആയാലും അവിടെയൊക്കെ ഈ പറയുന്ന ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം രാജ്യങ്ങളിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയിൽ നടക്കുന്ന ഈ കാര്യങ്ങൾക്കൊന്നും ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെയോ ഒരു ദൃഷ്ടാന്തവും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഈ കഥയ്ക്ക് എന്തെങ്കിലും വസ്തുതാപരമായ സാധുതയുണ്ടോ? ഒരു സാധുതയില്ല. അന്ന് കാലത്ത് 6-ാം നൂറ്റാണ്ടിലൊക്കെ മനുഷ്യർ പ്രകൃതി ദുരന്തങ്ങളെ നോക്കിക്കണ്ടിരുന്നത് ദൈവകോപം എന്ന നിലക്കാണ്. അപ്പോൾ ആ ദൈവകോപത്തിന് ഓരോ വിഭാഗം ആളുകളും അവരവരുടെ കഥയ്ക്കനുസരിച്ച് എന്തെങ്കിലുമൊക്കെ വ്യാഖ്യാനങ്ങളും കഥകളും മെനഞ്ഞുണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ദൈവം കോപിച്ചതാണ്, അത് വേറെ ദൈവങ്ങൾക്കെതിരായിട്ടാണ് എന്ന് വ്യാഖ്യാനിച്ച് കഥകളുണ്ടാക്കിയിരുന്നു. ആ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് നിരന്തരമായിട്ട് മക്കൾക്കാരെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനപ്പുറത്ത് ഈ പറയുന്ന കാര്യങ്ങൾക്ക് സാമാന്യ യുക്തിയുടെ മുമ്പിൽ യാതൊരു തെളിവും ഇല്ല. ഈ പറയുന്നതൊക്കെ വഷളത്തരവും മണ്ടത്തരവുമാണ് എന്നതിന് കാക്കത്തുള്ള 1000 തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിരന്ന് കിടക്കുന്നുണ്ട്. 37 അവർക്ക് കണ്ടുകൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം വിശാലമാക്കി കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പരിമിതമാക്കുകയും ചെയ്യുന്നതാണെന്ന് നിശ്ചയമായും അതിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഇവിടെ അള്ളാഹു ആണ് മനുഷ്യർക്കിടയിലെ ഉച്ചനീചത്വത്തിൻ്റെയും സാമ്പത്തികമായിട്ടുള്ള അസമത്വങ്ങളുടെയും മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന സാമൂഹിക വ്യവസ്ഥകളുടെയും മനുഷ്യർക്കിടയിൽ സമ്പന്നരും ദരിദ്രരുമായിട്ട് വേർപിരിഞ്ഞുകൊണ്ട് ഈ ജീവിതവും ഈ സാമൂഹികതയും ഇത്രയും അസന്തുലിതമാക്കിയതിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുകയാണ് ഇവിടെ. ഇത് സമൂഹത്തിലെ ചൂഷക വർഗത്തിൻ്റെ, അധികാരി വർഗത്തിൻ്റെ, സമൂഹത്തിലെ ഉച്ചനീചത്വ സംസ്കാരത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ചൂഷക വർഗത്തിൻ്റെ ഒരു ന്യായീകരണമാണ്. അതൊക്കെ ദൈവം ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ മനുഷ്യനെ അതിൽ നിന്ന് കുറ്റവിമുക്തനാക്കാൻ കഴിയും. എന്നാൽ മനുഷ്യർ ഇതൊക്കെ
ഈ രീതിയിലാക്കി തീർത്തത് സാമർഥ്യമുള്ള മനുഷ്യർ ഓരോ കാലത്ത് അധികാരവും സമ്പത്തും കൈക്കലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ അടിച്ചമർത്തി മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ ഉച്ചനീചത്വപരമായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥ. ഒരു കാലത്ത് മനുഷ്യർ ഇങ്ങനെ സ്വകാര്യ സ്വത്തുക്കളൊന്നും ഇല്ലാതെ ഈ ഭൂമിയിൽ മറ്റു മൃഗങ്ങളെപ്പോലെ തന്നെ വിഭവങ്ങൾ ആസ്വദിച്ച് ജീവിച്ചിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്തും യഥേഷ്ടം ഭൂമിയിൽ കൃഷി ചെയ്ത് ഒരുമിച്ച് ജീവിച്ചിരുന്ന കാലത്തൊന്നും മനുഷ്യർക്കിടയിൽ ഈ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് മനുഷ്യർ സ്വകാര്യ സ്വത്തുക്കൾ ഉണ്ടാക്കുകയും അധികാരത്തിൻ്റെയും അതുപോലെ വെട്ടിപ്പിടുത്തങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടം വന്നതോട് കൂടിയിട്ട് മനുഷ്യരിങ്ങനെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വിഭജനങ്ങൾ ഉണ്ടാവുകയും കുറേ പേര് സ്വത്തുക്കളും അധികാരമുള്ളവരും മറ്റുള്ളവർ അവർക്ക് തൊഴിലെടുക്കുന്ന ചൂഷിതരുമായിട്ട് മാറുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ മനുഷ്യർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ്. എന്നാൽ അതൊന്നും മനുഷ്യർ കുറ്റക്കാരല്ല, അതൊക്കെ ദൈവമാണ് ഇതൊക്കെ ഇങ്ങനെ ഒരുവെച്ച് കൊടുത്തത് എന്ന വഷളത്തരമാണ് ഇവിടെ പറയുന്നത്. ഇത് മനുഷ്യവിരുദ്ധമായിട്ടുള്ള ആശയമാണ്, നീതിവിരുദ്ധമായിട്ടുള്ള ആശയമാണ്. ഇതൊക്കെ ദൈവം കൊടുത്തതാണെങ്കിൽ ആ ദൈവം ഒരിക്കലും നീതിമാനാണ് എന്ന് പറയാൻ കഴിയില്ല. ദൈവം തൻ്റെ സൃഷ്ടികൾക്ക് തൻ്റെ വിഭവങ്ങൾ, ഈ ഭൂമിയിലെ പ്രകൃതിയിലുള്ള വിഭവങ്ങൾ തുല്യമായി പങ്കിട്ട് ജീവിക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കി കൊടുക്കേണ്ടത്. അത് ഒരുക്കി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഉച്ചനീചത്വത്തെയും അതിലൂടെയുള്ള അടിമത്ത ചൂഷണം വരെയുള്ള വൃത്തികെട്ട ചൂഷണത്തെ വരെയും പച്ചക്ക് ന്യായീകരിക്കുകയാണ് ഈ ഖുർആൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആൻ ആകെ മൊത്തം, ഇസ്ലാം എന്ന മതം ആകെ മൊത്തം മനുഷ്യ വിരുദ്ധമാണ്, നീതി വിരുദ്ധമാണ്, അധാർമികമാണ്. 37 വാക്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും തുടരാം.